DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വിദേശത്ത് ജോലി ചെയ്യാനോ പഠിക്കാനോ അല്ലെങ്കിൽ ടൂർ പോകാനോ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിനെല്ലാം തന്നെ പാസ്പോർട്ട് ആവശ്യമായി വരും. എങ്ങനെയാണ് പാസ്പോർട്ടിന് അപേക്ഷിക്കേണ്ടത്? ആർക്കൊക്കെ ഇന്ത്യൻ പാസ്പോർട്ടിന് അപേക്ഷിക്കാം? ഇന്ത്യയിൽ പാസ്പോർട്ടുകൾ എത്ര തരമുണ്ട്? എന്തൊക്കെ രേഖകൾ ഇതിന് ആവശ്യമാണ്? എത്ര രൂപയാണ് ഫീസ്? പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടോ? പാസ്പോർട്ട് കയ്യിൽ കിട്ടാൻ എത്ര സമയമെടുക്കും? ഇങ്ങനെ പല സംശയങ്ങളും പലർക്കും ഉണ്ടാകും. അതോടൊപ്പം നിലവിൽ പാസ്പോർട്ട് നൽകുന്നതിന് പുതിയ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാം വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഏതൊരു ഇന്ത്യൻ പൗരനും ഇന്ത്യൻ പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. എന്നാൽ ഇന്ത്യൻ വംശജരായ വിദേശ പൗരന്മാർക്ക് ഇന്ത്യൻ പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. പകരം ഇവർക്ക് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അഥവാ OCI കാർഡിനാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇന്ത്യയിൽ 3 തരം പാസ്പോർട്ടുകളാണുള്ളത്. സാധാരണ പാസ്പോർട്ട്, അതായത് പുറമെ നീല കവറുള്ള പാസ്പോർട്ട്, പൊതുവായ യാത്രകൾക്കും ബിസിനസ്, വിദ്യാഭ്യാസം, ടൂറിസം ആവശ്യങ്ങൾക്കൊക്കെയാണ് നൽകുന്നത്. രണ്ടാമത്തേത് ഔദ്യോഗിക പാസ്പോർട്ട്, അതായത് പുറമെ വെള്ള കവറുള്ള പാസ്പോർട്ട് ജോലിക്കായി യാത്ര ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ളതാണ്. ചുവപ്പ് കവറുള്ള നയതന്ത്ര പാസ്പോർട്ട് നയതന്ത്രജ്ഞർക്കും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കും നൽകും. ഇങ്ങനെ 3 തരം പാസ്പോർട്ടുകൾ വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചാണ് നൽകുന്നത്. ഇനി ഇന്ത്യൻ പാസ്പോർട്ടിന് എങ്ങനെ അപേക്ഷിക്കുമെന്ന് നോക്കാം. passportindia.gov.in എന്ന പാസ്പോർട്ട് സേവന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ശരിയായ ഫോം തിരഞ്ഞെടുക്കണം. അതായത് വ്യത്യസ്ത ഫോമുകളിലുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ പുതിയതോ വീണ്ടും ഇഷ്യൂ ചെയ്തതോ ആയ പാസ്പോർട്ട്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, നയതന്ത്ര ഔദ്യോഗിക പാസ്പോർട്ട്, തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് എന്നിവ കാണിക്കും. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുത്ത ശേഷം ഓൺലൈൻ ഫോം പൂരിപ്പിക്കുക. ശേഷം പാസ്പോർട്ടിന്റെ ഫീസ് അടക്കുക. തുടർന്ന് നിങ്ങളുടെ രേഖകളുടെ പരിശോധനയ്ക്കും നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതിനുമൊക്കെയായി അടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് ആ ദിവസം സ്ഥിരീകരണത്തിനും ബയോമെട്രിക്സിനും വേണ്ടിയുള്ള രേഖകളുമായി പാസ്പോർട്ട് സേവാ കേന്ദ്രം സന്ദർശിക്കുക. അവിടെയുള്ള നടപടികൾക്ക് ശേഷം നിശ്ചിത ദിവസത്തിനുള്ളിൽ പോലീസ് വെരിഫിക്കേഷനും ഉണ്ടാകും. പിന്നീട് സ്പീഡ് പോസ്റ്റ് വഴി പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിലെത്തുന്നതായിരിക്കും. പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ID, ജനന സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, വിലാസം തെളിയിക്കാനായി വൈദ്യുതി ബിൽ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫുകൾ എന്നിവയാണ് വേണ്ടത്. ഇനി പാസ്പോർട്ട് പുതുക്കലിന് വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ കാലഹരണപ്പെട്ട പാസ്പോർട്ട് വിലാസം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള തെളിവ്, ഉദാഹരണത്തിന് വിവാഹശേഷം വിലാസം മാറ്റിയിട്ടുണ്ടെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളാണ് വേണ്ടത്. തത്കാൽ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ 2023 ഒക്ടോബർ 1 മുൻപ് ജനിച്ച അപേക്ഷകർക്ക് ഇനി പറയുന്ന രേഖകൾ ഉപയോഗിക്കാം. ജനന സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, LIC പോളിസി ബോണ്ട്, വോട്ടർ ID കാർഡ് എന്നിവ ഉപയോഗിക്കാം. പാസ്പോർട്ടിന്റെ തരം, പേജുകൾ സാധാരണമാണോ താൽക്കാലാണോ എന്നിവയെ ആശ്രയിച്ചായിരിക്കും പാസ്പോർട്ട് ഫീസ് ഈടാക്കുന്നത്. പുതിയ പാസ്പോർട്ട് അല്ലെങ്കിൽ പുനറിഷ്യൂ ചെയ്ത 36 പേജുകളുള്ള പാസ്പോർട്ടിന് 1500 രൂപയാണ് നിലവിലെ ഫീസ്. തത്കാൽ പാസ്പോർട്ടിനാണെങ്കിൽ 3500 രൂപയുമാണ് ഫീസ് വരുന്നത്. 60 പേജുകളുള്ള പുതിയ പാസ്പോർട്ട്, പുനറിഷ്യൂ ചെയ്ത പാസ്പോർട്ടുകളുടെ ഫീസ് 2000 രൂപയാണ്. 60 പേജുകളുള്ള തത്കാൽ പാസ്പോർട്ടിന് 4000 രൂപയും ഫീസ് വരും. പ്രായപൂർത്തിയാകാത്തവർക്ക് 5 വർഷത്തെ കാലാവധിയുള്ള പാസ്പോർട്ടിന് 1000 രൂപയും തത്കാൽ പാസ്പോർട്ടിന് 2000 രൂപയും ഫീസ് വരും. ഇങ്ങനെയാണ് പാസ്പോർട്ടിന്റെ ഫീസ് ഘടന വരുന്നത്. സാധാരണ പാസ്പോർട്ട് ലഭിക്കാൻ പോലീസ് വെരിഫിക്കേഷൻ ഉൾപ്പെടെ 15 മുതൽ 30 ദിവസം വരെയാണ് എടുക്കുന്നത്. തത്കാൽ പാസ്പോർട്ട് ലഭിക്കാൻ 1 മുതൽ 7 ദിവസം വരെ എടുക്കും. ഈ കേസുകളിൽ മിക്ക അപേക്ഷകർക്കും പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപാണ് പോലീസ് വെരിഫിക്കേഷൻ ചെയ്യുന്നത്. എന്നിരുന്നാലും തത്കാൽ അപേക്ഷകർക്ക് പാസ്പോർട്ട് ലഭിച്ച ശേഷവും ഇത് സംഭവിക്കാം. അല്ലെങ്കിൽ വീണ്ടും ഇഷ്യൂ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒഴിവാക്കുവാൻ കഴിയും. നിങ്ങളുടെ പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വെരിഫിക്കേഷൻ നടത്തുന്നത്. വേണ്ടിവന്നാൽ കൂടുതൽ രേഖകൾ സമർപ്പിക്കേണ്ടതായും വന്നേക്കാം. പാസ്പോർട്ട് അപേക്ഷാ നടപടികളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്രം ഇപ്പോൾ. ഇതനുസരിച്ച് 2023 ഒക്ടോബർ 1 തീയതിയോ അതിനുശേഷമോ ജനിച്ച കുട്ടികൾക്ക് ഇനി പാസ്പോർട്ട് അപേക്ഷിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാകും. ജനനത്തീയതി തെളിയിക്കാൻ മറ്റൊരു രേഖയും ഇവർക്ക് സ്വീകാര്യമല്ല. ജനനത്തീയതി കൃത്യമായി ഉറപ്പുവരുത്തുവാനും ഏകീകരിക്കാനും രേഖകളിലെ കൃത്യത ഉറപ്പുവരുത്താനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പുതിയ ചട്ടം സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ പ്രാബല്യത്തിൽ വരും. 2023 ഒക്ടോബർ 1 മുൻപ് ജനിച്ചവർക്ക് പുതിയ നിബന്ധന ബാധകമല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇവർക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ 7 രേഖകളിൽ ഏതെങ്കിലും ജനനത്തീയതി സ്ഥിരീകരണത്തിന് സമർപ്പിക്കാം. ജനന സർട്ടിഫിക്കറ്റ്, അവസാനം പഠിച്ച സ്കൂളിൽ നിന്നുള്ള TC, LICയോ മറ്റേതെങ്കിലും പൊതുമേഖലാ സ്ഥാപനമോ ലഭ്യമാക്കുന്ന ഇൻഷുറൻസ് രേഖ, ആധാർ കാർഡ്, തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ രേഖകളാണ് പകരം നൽകാവുന്നത്. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ഈ പ്രധാന അറിയിപ്പുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.